Hi friends, ഇന്ന് നമുക്ക് ഇടിച്ചക്ക തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഇടിച്ചക്ക, ചില ഭാഗങ്ങളിൽ ഇതിനെ ഇടിയൻ ചക്ക എന്ന് പറയും. അതായത് ചക്ക ഉണ്ടായിട്ട് ഒരു മാസം ഒന്നര മാസത്തിനുള്ളിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അത് ഇടിച്ചക്കയായിട്ട് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ ഇടിച്ചക്ക എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് നമുക്ക് ആദ്യം ഈ ചക്ക മുറിക്കണം. അതെങ്ങനെയാണെന്ന് ആദ്യം കാണിച്ചു തരാം. എന്നിട്ട് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് കയ്യിൽ ആദ്യം വെളിച്ചെണ്ണ അല്ലെങ്കിൽ എനി ഓയിൽ ഒന്ന് നന്നായി പുരട്ടുക. കയ്യിൽ നന്നായിട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും, പശ ഉണ്ടാകും, ഇതിനൊരു പശ ഉണ്ട്. ആദ്യം നമ്മൾ കയ്യിൽ നന്നായിട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാൽ മതി. നന്നായി പുരട്ടുക. അതിന് ശേഷം നമുക്ക് മുറിക്കാം. അത് ഞാൻ നടുമുറിക്കുകയാണ്. നല്ല മൂർച്ചയുള്ള കത്തിയാവണേ, പെട്ടെന്ന് മുറിയും. ഇതിനുള്ളിൽ പശ ഉണ്ടാവും, നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ പശ ഉണ്ട്. അപ്പോൾ അതാദ്യം ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് ഒരു വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ മുക്കുക. മുക്കിയതിന് ശേഷം നന്നായിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അതേപോലെ അത് മൊത്തം പോയി കിട്ടും. മാറ്റി വയ്ക്കുക. അതായത് എവിടെ ആവാതെ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ പേപ്പർ അല്ലെങ്കിൽ തുണി കൈ കരുതണം, പിന്നെ എളുപ്പമായിരിക്കും. മൊത്തം തുടച്ചെടുക്കുക. വീണ്ടും വീണ്ടും വരുന്നുണ്ടാവും, അത് മൊത്തം തുടച്ചെടുക്കുക. കാണുന്നുണ്ടാവും വിചാരിക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല, അല്ലെങ്കിൽ ഈ പശ നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ശേഷം നമ്മൾ വീണ്ടും ഇതിനെ മുറിക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. ഇവിടും കാണാം, വീണ്ടും നമുക്ക് വരുന്നുണ്ടാവും. പക്ഷേ അത് മുറിച്ച് കളയാം. ഇതിനെ ഞാൻ മുറിച്ച് കാണിച്ചു തരാം. അതിൻ്റെ തൊലി കളഞ്ഞ് കാണിച്ചു തരാം. ഇതിൻ്റെ തൊലി കളയുക. അപ്പോൾ നിങ്ങൾക്ക് മുറിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ചോപ്പിംഗ് പാഡ് എടുക്കുക. അതിന് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കളഞ്ഞാലും മതി. അങ്ങനെ മൂർച്ചയുടെ കത്തിയാവണേ, കുറച്ച് ബലം ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ കത്തി കുറച്ച് മൂർച്ച കുറവാണ്. ഇങ്ങനെ ചെറിയ കഷ്ണമായി നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം. വേണമെങ്കിൽ കത്തിയുടെ മുകളിലൊന്ന് വെളിച്ചെണ്ണ തൂവി കൊടുത്താൽ മതി. കത്തി നല്ല മൂർച്ച വേണം അതിന്, എന്നാലാണ് പെട്ടെന്ന് മുറിഞ്ഞേക്കുക. ഇപ്പം നോക്കൂ, തൊലി ഒരുവിധം പോയി, കാണുന്നുണ്ടാവും. തൊലി കളഞ്ഞു. നമുക്കിത് മുറിക്കാം. ഒന്ന് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. അതിന് ശേഷം ബാക്കി എല്ലാ കഷ്ണങ്ങളും ഇതേപോലെ തന്നെ മുറിക്കും. ഈ ഭാഗം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇടിച്ചക്കയ്ക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇനി പശ വരുന്നുണ്ടെങ്കിൽ ഈ എണ്ണ ഒന്ന് തടവി കൊടുത്താൽ പോയി കിട്ടും. ഇത് മീഡിയം കഷ്ണമായിട്ട് മുറിക്കുക. കാണുന്നുണ്ടാവും. നല്ല വലുതാവണ്ട, എന്നാൽ ഭയങ്കര ചെറുതായിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല. അത് കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്, പെട്ടെന്ന് ഉടയും. കാണുന്ന കഷ്ണത ഏകദേശം ഈ കഷ്ണം ഈ വലുപ്പത്തിൽ മുറിച്ചോളൂ.
അങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ. ഈ അളവിൽ മുറിച്ചെടുക്കുക. അതേപോലെ ബാക്കി എല്ലാ കഷ്ണവും ഞാൻ മുറിച്ചെടുക്കട്ടെ. ഇതേപോലെ ചെയ്താൽ മതി. അങ്ങനെ ചക്ക നമ്മൾ ഇടിച്ചക്ക നുറുക്കി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നുറുക്കുക. ഇത് കളർ ചേഞ്ച് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് കേടൊന്നുമല്ല കേട്ടോ. അത് അങ്ങനെ തന്നെ ഉണ്ടാവുക. അതൊന്നും ഒരു കേടല്ല. ഇങ്ങനെ നുറുക്കുക. ഇനി നമുക്ക് ഈ ഇടിയൻ ചക്ക വേവിക്കണം. അതിന് വേണ്ടി ഞാനൊരു കുക്കർ എടുത്തു. ആ കുക്കറിലേക്ക് നമ്മൾ ഈ നുറുക്കി വെച്ച ഇടിച്ചക്ക ചേർക്കാം. അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. 1/4 മുതൽ അര വരെ ചേർക്കാം, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. കൂടുതൽ വേണ്ട, കുറച്ച് ചേർത്താൽ മതി. ശേഷം അധികം വെള്ളം വേണ്ട, അടി പിടിക്കാതിരിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി. ശേഷം നന്നായി ഇളക്കുക. അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ഉപ്പ് ചേർക്കാം. ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി. കുറച്ച് ഉപ്പ് ചേർക്കുക. എന്നിട്ട് കുക്കർ അടച്ച് ഒരു വിസിൽ കൊണ്ട് വേവുന്നതാണ്. നിങ്ങൾക്കിനി വെന്തില്ല എങ്കിൽ 2 വിസിൽ തുറന്ന് നോക്കിയിട്ട് വെന്തില്ല എങ്കിൽ 2 വിസിൽ അടുപ്പിച്ചോളൂ. നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. സാധാരണ ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് വേവുന്നതാണ്. അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, ഫുൾ ഫ്ലെയിമിൽ ഇടണ്ട കേട്ടോ. അതും കൂടി ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി ഇടിച്ചക്ക ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഞാൻ 1.5 കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ ചെറിയ ഉള്ളി 2 എണ്ണം, 3 പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണ്. ഇപ്പോൾ പച്ചമുളകിൻ്റെ അളവ് വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുക. എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടിക്കോളൂ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറച്ചോളൂ. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഉഴുന്നും പരിപ്പ് ഹാഫായിട്ടുള്ള ഉഴുന്നും പരിപ്പാണ് എടുത്തിരിക്കുന്നത്, മുഴുവനായിട്ടുള്ളതല്ല. പിന്നെ വേണ്ടത് കടുക്, പിന്നെ വേണ്ടത് അരി. ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്, ഒരു 1/4 ടീസ്പൂൺ മതി. കറിവേപ്പില ആവശ്യത്തിന്, ഉണക്കമുളക് നിർബന്ധമില്ല, 1-2 എടുക്കാം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതായത് ഈ തേങ്ങ ഒന്നുകിൽ മിക്സിയുടെ ചെറിയ ജാറില്ലേ, അതിൽ ഈ തേങ്ങയും അതുപോലെ ചെറിയ ഉള്ളിയും, അതായത് ചതയ്ക്കുന്നതിൻ്റെ മുന്നേ ചെറിയ ഉള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ തേങ്ങയിലേക്ക് ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചേർക്കുക. അങ്ങനെ ചെയ്യാം കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതിൽ ചേർത്തിട്ടുണ്ടല്ലോ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. നന്നായി തിരുമ്പുക. തിരുമ്പി വയ്ക്കുക. കുറച്ച് കറിവേപ്പിലും ചേർത്തോളൂ കേട്ടോ. കൈ കൊണ്ടൊന്ന് തിരുമ്പി വെച്ചാൽ മതിയേ. പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ 1-2 പച്ചമുളക് ചതച്ചിടുക. നിങ്ങൾ എരിവിനനുസരിച്ച് തീരുമാനിച്ചോളൂ കേട്ടോ. അവസാനം വേണമെങ്കിലും ഇടാം. നമ്മൾ എരിവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അപ്പോൾ ചതച്ചിട്ടാൽ മതി. മിക്സിയുടെ ജാറിൽ ഒരു പ്രാവശ്യം ഒന്ന് ഒറ്റയടി അടിച്ചിട്ടാലും ഇതുപോലെ കിട്ടും, കുഴപ്പമില്ല. അതും ടേസ്റ്റ് തന്നെ കേട്ടോ, വലുതായി വ്യത്യാസമൊന്നും വരില്ല. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചതേ. ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ച ഇടിച്ചക്ക തുറന്ന് നോക്കാം. സ്റ്റീം എല്ലാം പോയി. തുറന്ന് നോക്കാം കേട്ടോ. ഒരു വിസിലടിച്ചിട്ട് വെന്തോ നോക്കട്ടെ. അമർത്തി നോക്കിയാൽ അറിയാം.
വെന്തിട്ടുണ്ട്. ഇങ്ങനെ ചതച്ചെടുത്താൽ മതി. ഓക്കെ, വെന്ത് നമുക്ക് കൈ കൊണ്ട് അമർത്തി കഴിഞ്ഞാൽ ഉടയുണ്ടെങ്കിൽ വെന്ത് നിർത്താം, അല്ലെങ്കിൽ ഒരു വിസിലും കൂടി അടുപ്പിച്ചാൽ മതി. ഇപ്പോൾ വെന്തില്ല നിങ്ങൾക്ക് തോന്നുക വെച്ചെങ്കിൽ ഒരു വിസിലും കൂടി അടിച്ചാൽ അത് വെന്ത് കിട്ടും. നമുക്കിത് ചതച്ചെടുക്കണം, എന്നിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടു. ഞാൻ ചതച്ചെടുക്കട്ടെ. ചതച്ചാൽ ചതയും. കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ചതച്ചത്. എന്താ ഇങ്ങനെ ചതഞ്ഞ് വരണം. കാണണമെന്ന് വിചാരിക്കും. നോക്കൂ, ഇങ്ങനെ ചതഞ്ഞ് എല്ലാം സ്പ്ലിറ്റായിട്ട് എടുക്കണം. അപ്പം അമ്മി ഉണ്ടെങ്കിൽ അമ്മിയിൽ ചതയ്ക്കാം. എല്ലാവർക്കും അമ്മി ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ ചതച്ചാലും മതി. അത് വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചതഞ്ഞ് കിട്ടും. ഫുള്ള് മുഴുവനായിട്ട് ഞാൻ ചതയ്ക്കട്ടെ. അങ്ങനെ ഇടിച്ചക്ക മുഴുവനായും ചതച്ചെടുത്തു. നമുക്ക് തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ചൂടായതിന് ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുക് ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്തു. കടുക് പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഹാഫായിട്ടുള്ള ഉഴുന്നുപരിപ്പ് ചേർത്തു. ഉഴുന്നുപരിപ്പ് കരിയരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം 1/4 ടീസ്പൂൺ നമ്മൾ എടുത്തു വെച്ച അരിയില്ലേ അത് ചേർക്കണം. ഒന്ന് നോക്കട്ടെ. ലൈറ്റ് കളറായി. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച അരിമണി പച്ചരി എടുത്തു വെച്ചിട്ടില്ലേ അത് ചേർക്കുക. ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഉണക്കമുളക് ഇടുന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ കറിവേപ്പില ചേർക്കുക. കരിയരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. തീ സിമ്മിലിടണം. അതിനുശേഷം തീ സിമ്മിലിട്ട ശേഷം നമ്മൾ ചതച്ച് വെച്ച ഇടിച്ചക്ക ചേർക്കുക. ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ചേർത്തു നന്നായി ഇളക്കി കൊടുത്തു. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ഈ സമയം ചേർക്കാം. നോക്കട്ടെ കേട്ടോ. കുറച്ച് കുറവുണ്ട്, അപ്പോൾ നമ്മൾ ലേശം ഉപ്പ് ചേർക്കാം. ചേർത്തു നന്നായി മിക്സ് ചെയ്യുക. ഇനി അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക. ഒന്ന് മിക്സ് ചെയ്തതൊന്ന് പിടിക്കട്ടെ. അപ്പോൾ നമ്മൾ തുറന്നു. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് അതായത് ചതച്ച് വെച്ച തേങ്ങയില്ലേ, തേങ്ങയുടെ കൂട്ട് അത് ചേർക്കണേ. നന്നായി ഇളക്കി കൊടുക്കുക. ഇത് സിമ്മിലിട്ടോളൂ കേട്ടോ. എരിവ് കുറവാ തോന്നുകയാണെങ്കിൽ 2 പച്ചമുളക് ചതച്ചിടുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എരിവായി അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, അപ്പം അതിനനുസരിച്ച് ചേർത്തോളൂ. വലിയവരാകുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇത് അടച്ച് വയ്ക്കുക 5 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം. 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. ഇതിടയിൽ ഒരു വട്ടം ഞാൻ ഇളക്കി കൊടുത്തിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ നോൺ സ്റ്റിക്ക് അല്ല എങ്കിൽ ഇടയിൽ ഇളക്കി കൊടുക്കണം, അടി പിടിക്കരുത്. തീ സിമ്മിൽ തന്നെ ഇടണം. സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ അടച്ചു വെക്കാൻ എപ്പോഴും.
അല്ലെങ്കിൽ അടി പിടിക്കും. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ സ്മെല്ല് തന്നെ മാറി. സ്മെല്ല് മാറിപ്പോകാൻ പാടില്ല. നല്ല സ്മെല്ല് വരുന്നുണ്ട് തേങ്ങയുടെയും പച്ചമുളകിൻ്റെയും. അരിമണി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട്. നിങ്ങളിട്ട് നോക്കൂ. ഇനി കഴിച്ച് നോക്കാം. ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇല്ലാച്ചെങ്കിൽ നിങ്ങൾ ഇപ്പം ഇട്ട് കൊടുത്താൽ മതി, കുഴപ്പമില്ല. ഒരു 2 മിനിറ്റും കൂടി വേവട്ടെ. ഇതെല്ലാം കൂടി മിക്സ് ആയാലാണ് നല്ല രുചി. ഓൾറെഡി വെന്തതാണ്, അതുകൊണ്ട് മിക്സ് ആവട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. കുറച്ച് കറിവേപ്പില ഇടാം കേട്ടോ. അപ്പോൾ വെന്ത് കഴിഞ്ഞു. നന്നായി ഇളക്കട്ടെ. അപ്പം നന്നായി മിക്സായി. നമുക്ക് തീ ഓഫാക്കാം. കഴിച്ച് നോക്കട്ടെ കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്, എല്ലാം ശരിയായി. ഇനി നമുക്ക് തീ ഓഫാക്കാം. സർവിങ് ബൗളിലേക്ക് വിളമ്പാം. അങ്ങനെ നമ്മുടെ രുചികരമായ ഇടിച്ചക്ക തോരൻ റെഡിയായി. ഇത് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ചു നോക്കൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.